അപ്പോൾ ഇവിടെ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു, ഒരു മൂടൽ മഞ്ഞ് തന്നെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പോൾ UK ഉച്ചക്കായാലും വൈകുന്നേരമായാലും രാവിലെ ആയാലും ഒക്കെ ഇതന്നെയാണ് സംഭവം, സൂര്യനെ കാണാനില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ കണ്ടൻറ്റ് വരുന്നത് എന്താണ്, നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. കോസ്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, വലിയ ഷോപ്പാട്ടോ. അതിന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെ വാങ്ങിയത് എന്നൊക്കെ കാണിക്കാം. പിന്നെ ഒരു ഷോപ്പിൽ ചായക്കട എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ കുറച്ച് ചെറുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീക്കെൻഡിൽ പോയ കാര്യങ്ങളൊക്കെ കാണിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ഇടാനായിരുന്നു വിചാരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത്, ഇത് കോസ്കോന്ന് നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ പെട്ടതാണ്, പിന്നെ എടുക്കാമല്ലോ എന്ന് അങ്ങനെ തുടങ്ങി വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈസ്റ്റാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈസ്റ്റാം നമ്മളെ സ്ഥലം, അതായത് മലയാളികൾ, നമ്മളെ ഇന്ത്യൻസ്, മിക്ക ഇന്ത്യൻസ് മാത്രമല്ല ഹിന്ദിക്കാർ എല്ലാവരും ഉണ്ട് കേട്ടോ, പാകിസ്ഥാൻ എല്ലാവരും ഉണ്ട്. അവിടെ ഒരു പുതിയ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ദേ ചായക്കട എന്ന് പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ പുതിയത് ആരെങ്കിലും എന്തെങ്കിലും റീൽസിൽ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കെന്നാൽ ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം മൂപ്പരും റെഡി, നമ്മളെല്ലാവരും റെഡി. അപ്പോൾ മോൾ അവിടുന്ന് ജോയിൻ ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ നമുക്ക് കുറച്ച് പുറത്ത് ഈ നിൽക്കുന്ന ഭാഗമൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. അവർ വേഗം വാതിലൊക്കെ തുറന്ന് നമ്മളുള്ളിൽ കയറി. അതിന് ശേഷം മോളും നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പഴംപൊരി ഓർഡർ. ഇത് അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ, പഴംപൊരി ചായയും. അപ്പം അതൊക്കെ കുടിച്ചപ്പോൾ സമാധാനമായി, സന്തോഷമായി. പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിരുന്നു, പയ്യോളി ചിക്കൻ ഫ്രൈയും പിന്നെ ഈ ഒരു കപ്പ ചെമ്മീനില്ലേ, പാൽക്കപ്പയും ചെമ്മീനും. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് വലിയൊരു പാത്രത്തിൽ കപ്പ നിറച്ചു ചെമ്മീനായിരിക്കും എന്നാണ്. പക്ഷെ വന്നപ്പോൾ ഒരു 5 ചെമ്മീനേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെമ്മീൻ, എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാവർക്കും ഇഷ്ടമായി. ഒരു നല്ല ക്രീമി പാൽക്കപ്പായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഒരു പുട്ട്, കിഴിപ്പുട്ട് ഇങ്ങനെ, പക്ഷെ അത് കുറച്ച് സ്പൈസി ആയിപ്പോയി കേട്ടോ. പിന്നെ എന്താ പറയുക, എരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കിതാ മീനിൻ്റെ ഷോപ്പ്, മാർക്കറ്റ് കണ്ടപ്പോൾ ഞാൻ ചാടി എനിക്ക് മീനെല്ലാം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ നാഗവല്ലിയാവും, മറ്റേ മണിച്ചിത്രത്താഴിൽ അങ്ങനെ മാല കാണിക്കുന്നില്ലേ ആ ഒരു ഭാഗമില്ലേ, അതേപോലെയാണ്. ഇങ്ങനെ ഫ്രഷ് ഫിഷ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഏതെടുക്കണം എന്താണ്, കാരണം നമുക്കിവിടെ എപ്പോഴും ഫ്രോസൺ പാക്കറ്റിൽ വരുമ്പോൾ അത് ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല. അപ്പോൾ ഫ്രഷ് ഫിഷ് എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും എൻ്റെ മുഖത്ത് ഈ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അയാളോട് അത് നന്നാക്കി തരുമെന്നൊക്കെ ചോദിച്ച് ചെറുതായിട്ട് മുറിച്ച് തരാനൊക്കെ പറഞ്ഞാൽ അയാൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ച് തന്നിട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ചിക്കൻ കടയിൽ പോകാണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ വാങ്ങി. അതിന് ശേഷം ആ സന്തോഷം വേറെ, ചിക്കനും മീനും ഇതൊക്കെ. ഹസ്ബൻഡിന് കാറ് കഴിക്കഴിഞ്ഞാലുള്ള സന്തോഷം വേറെ. അപ്പം മൂപ്പര് ഭയങ്കര ഹാപ്പിയായി. അതാണ്, ഓരോ ആൾക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. എനിക്ക് ഈ പാത്രങ്ങൾ അല്ലെങ്കിൽ മീൻ വാങ്ങുക അതൊക്കെ കിട്ടിയാൽ സന്തോഷമായി. ഓരോ ആൾക്കാരെ ഇൻട്രസ്റ്റ് ഓരോ ഇതാണല്ലേ. എനിക്ക് പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലും ഇതേപോലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഓക്കെ, ഈ ഒരു വരുന്ന സീന് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. സാധനങ്ങൾ നമ്മൾ കോസ്കോന്നും വാങ്ങിയിട്ടുണ്ട്, പിന്നെ അവിടെ അടുത്തിലെ ഇന്ത്യൻ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഈ മുട്ടയും പാലൊക്കെ കുറച്ച് അധികം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം അവിടെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബൾക്കായിട്ടില്ല, അതായത് ഈ ഓയിൽ, സൺഫ്ലവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സർഫ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഗറാജിൽ കൊണ്ടുപോയി കേട്ടോ.
അങ്ങനെ അതൊന്നും നമ്മൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് വെക്കില്ല. വലിയ വലിയ ബോക്സൊക്കെ ഇല്ലത് ഗറാജ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാറെല്ലാം വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്, അത് പുറത്താണുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മളെ പണികളിലേക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് മടിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ലേ പോലെ തന്നെയല്ലേ മടിയാട്ടോ എടുത്തൊക്കലൊക്കെ. അപ്പോൾ അതിന് മുന്നേ വേഗം എല്ലാം ചെയ്ത് തീർക്കാമെന്നില്ല ഒരു ആവേശത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്ന് തുടങ്ങുമ്പോൾ അപ്പോൾ വിചാരിക്കും അത് അവിടെ ക്ലീൻ ആക്കിയിട്ടില്ല, അപ്പോൾ അവിടെ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സീനിൽ ഇപ്പോൾ ഡിഷ് വാഷർ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വീണ്ടും സിങ്കിൽ കുറച്ച് പാത്രങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു, പോകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഒരു കുക്കറൊക്കെ കഴുകാനും അതെല്ലാം കൂടി സെറ്റാക്കി വെച്ച് പിന്നെ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചാലേ ഇനി ബാക്കിയിൽ ഒരു ഉഷാറ് കിട്ടുള്ളൂ. ഭക്ഷണം ഇനി എന്തായാലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എരിവായിരുന്നു. ലാസ്റ്റ് കഴിച്ച ആ പുട്ടിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല ബീഫും ഒക്കെ ഉണ്ടായി, അതിൽ ബീഫും കറിയെല്ലാം ഒഴിച്ചിട്ടാണ്. പക്ഷേ അതങ്ങോട്ട് കുറച്ച് നല്ല എരിവ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ മറ്റേ കപ്പയും ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ, പഴംപൊരി അങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അഥവാ വിശക്കുകയാണെങ്കിൽ വല്ല ഓട്സോ എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോഴത്തേക്ക് നമ്മളെ കാർഡ് ബോർഡ്സൊക്കെ ഒന്ന് അറിഞ്ഞെടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതൊക്കെ ഒന്ന് കവറിലിട്ട് കെട്ടിയിട്ട് പുറത്ത് കളയണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക കാർഡ് ബോർഡും പ്ലാസ്റ്റിക്കൊക്കെ വേർതിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കോസ്കോന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കോസ്കോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റാട്ടോ. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും കേട്ടോ. ഇത് അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ലാഭകരമാണ്, നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചധികം സാധനങ്ങൾ കിട്ടും. അപ്പം ഇത് സിനമൺ റോൾ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ടേസ്റ്റ് ചെയ്ത് ചെറിയ പീസ് അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് തരും കേട്ടോ നമുക്ക്. അപ്പം എനിക്ക് പൊതുവേ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒന്നെടുത്തിട്ടോ. അല്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമല്ലോ ചെറിയ പീസായിട്ട്. എനിക്കിഷ്ടമില്ല, പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓക്കെയാണ്. അല്ല ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോൾ അങ്ങനെ ഇട്ടതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തത് കാണിക്കുന്നത് ഗോൾഡൻ സിറപ്പിൻ്റെ ഓട്സ് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് എത്രയാണ് 50 പാക്കിന് 7.99 pence, 7 pound. ഭയങ്കര ലാഭമാണ്. കാരണം വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഈ ഓട്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു 8 സാഷല്ലിന് തന്നെ ഉണ്ട് 4-3 ആ ഒരു വിലയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കോസ്കോന്ന് വാങ്ങുമ്പോൾ കുറച്ചധികം കിട്ടുകയും ചെയ്യും, ലാഭകരമാണ്. ഇത് നമ്മൾ ഷാരൺ ഫ്രൂട്ട്, അതായത് പെർസിമോൺ. ഇപ്പം അതിൻ്റെ പല കസിൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പച്ചക്ക് വാങ്ങിയതാണ്. പിന്നെ കുക്കുംബർ വാങ്ങി, റസ്മലായിൻ്റെ 2 പാക്കറ്റ്, പിന്നെ ഒലീവ് ഓയിൽ കുറച്ച് വില ഉണ്ട് കേട്ടോ. 20 pounds ആണ് 2 kg. അപ്പം അത്യാവശ്യം വില ഉണ്ട്. അതേപോലെ അവിടുത്തെ ഈ ഒരു നാരങ്ങ നല്ലത് അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇത് 4.99 സംതിങ് ആണ്. സാധാരണ ഇവിടുത്തെ സെയിൻസ്ബറീസും ഇവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു കുറച്ച് ചെറിയൊരു പാക്കറ്റിന് തന്നെ ഉണ്ട് 2 pounds ഒക്കെ. അപ്പം ഇത് നല്ല വലിയ നാരങ്ങയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് പ്രോൺസ് കേട്ടോ. പ്രോൺസും ഇതേ പറഞ്ഞ പോലെ 10 pound അങ്ങനെ എന്തോ ആണ്. പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെമ്മീന. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്ര ഒന്നും വരില്ല ചെമ്മീനൊന്നും. അപ്പം ടേസ്റ്റ് എപ്പോഴും നമ്മളെ നാട്ടിലെ ഫ്രഷ് മീനിൻ്റെ തന്നെയാണ് ടേസ്റ്റ് വരിക. അപ്പോൾ എനിക്ക് മീനിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ടേസ്റ്റ് നമുക്ക് നമ്മളെ നാടൻ ചെമ്മീനൊക്കെ തന്നെയാണ്. ചെമ്മീൻ അത്ര വലുപ്പമില്ലെങ്കിലും അതിൻ്റെ ആ ഒരു രുചിയൊക്കെ നല്ലൊരു രുചിയല്ല നമ്മളെ ചെമ്മീനൊക്കെ വെച്ചാൽ. ഇവിടെ ഭയങ്കര വലുപ്പമാണ്, പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ മുട്ട
മുട്ട ഒക്കെ കുറച്ച് ബൾക്കായിട്ട് വാങ്ങുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് അധികം കിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്ത് മീൻസ് ഷോപ്പിങ്ങിനൊന്നും പോകണ്ട. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കോസ്കോയിൽ പോകുന്നത് മെയിനായിട്ട്. പിന്നെന്താണ്, അപ്പം മുട്ടയൊക്കെ ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് 3 ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ മുട്ടൻ്റെ. അപ്പോൾ ഇത് 2 ട്രേ ഓൾറെഡി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഒരു ട്രേ ഞാൻ പുറത്ത് വെക്കും പെട്ടെന്ന് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഈ ഒരു ട്രേ കേട്ടോ, ഇത് ഞാൻ എൻ്റെ ആ ഇതില്ലേ വാഷിങ് സിങ്കിൻ്റെ ഒക്കെ അടുത്തായിട്ടില്ലേ അതിൻ്റെ ആ തിണ്ടിൻ്റെ മേലെ വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് വെച്ച്, അപ്പോൾ നല്ലൊരു സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി എന്താണ്, ഇനി നമുക്ക് അടുത്തത് ഈ ഒരു മുട്ട അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഫ്രിഡ്ജൊന്നിനി വൃത്തിയാക്കി എടുക്കാനുണ്ട്. മീൻസ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. എല്ലാം കൂടി കുറേ ഭക്ഷണത്തിൻ്റെ ഇന്നത്തെ തലേന്നത്തൊക്കെ എടുത്തു വെച്ചതുകൊണ്ട് കുറേ കൺജസ്റ്റഡായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ ഓട്സും റെഡിയാക്കി. ഇനി നമുക്ക് എന്താണ് പണി, ഇവിടെ ഒന്ന് ഈ ഒരു ടേബിളും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ ഐലൻഡ് കിച്ചണിൽ ഒരുപാട് സംഭവങ്ങൾ ചിക്കനും മീനും ഒക്കെ എന്താ പറയുക ഉണ്ട്. അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ വീണ്ടും അടുത്ത കച്ചറയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് അപ്പം അതും സെറ്റാക്കി. അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ട് കളയട്ടെ എന്തായാലും. എന്നാലേ എനിക്കിനി അടുത്ത പണിയൊക്കെ എടുക്കാനൊന്നും നമുക്ക് തോന്നുള്ളൂ. ഓരോന്നോരോന്ന് ക്ലീനാക്കി വരുമ്പോൾ. അപ്പോൾ പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട്. അപ്പോൾ അതിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി കാണിച്ചു തരാം. ഇതൊരു സോസാണ് കേട്ടോ, മറ്റേ ഇതിലൊക്കെ ഇടാം ബർഗറിലൊക്കെ. ഇത് തിലാപ്പിയ മീനാണ്. പിന്നെ അതിങ്ങനെ സ്കിൻ ഓഫ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് ബൂസ്റ്റർ നമ്മൾ ഇതിൽ വാഷിംഗ് ഇതിലിടുന്നതാണ്. പിന്നെ ഇത് ഫലാഫൽ ഭയങ്കര റേറ്റ് കുറവാട്ടോ, 7.99 വലിയ കുറേ കിട്ടും. ഇതിൽ ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്താൽ മതി. പെട്ടെന്നൊക്കെ നമുക്ക് ഫലാഫലിനും കൂടെ വേറെയും റോൾസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് അങ്ങ് വാങ്ങിയതാണ്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അപ്പം അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഇങ്ങനത്തെ ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടോ ആ ഭാഗമൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞ്. അപ്പോൾ ഇതിന് പിന്നെ എൻ്റെ അവിടുത്തെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളും പ്ലമ്മിൻ്റെതും പിന്നെ ഇങ്ങനെ ഈ സോസേജ് ഇതില്ലേ അതൊക്കെ വാങ്ങി. പിന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ കുറച്ച് ഒരു 5-6 എണ്ണം കുറച്ചധികം മുറിച്ച് വാങ്ങി. നേരത്തെ ഞാൻ മീനില്ലായിരുന്നു, അതാണ് ഈ മീൻ. അതിന് ചിക്കനൊക്കെ ഒന്ന് വേഗം ഫ്രീസറിലേക്ക് വെച്ച് ഇനിയില്ല പണിയാണ് പണി. ഈ പച്ചമുളകും ഈ എന്താണ് പറയുക കറിവേപ്പിലയും ഇതൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ എന്താണ് പാത്രത്തിലേക്ക് മാറ്റലാണ്. ചില സമയത്ത് ഒരു മൂടനുസരിച്ച് അങ്ങോട്ട് ഇതാക്കലാണ്. പിന്നെന്താണെന്ന് അറിയില്ല, വേഗം ഒന്ന് ക്ലീനാക്കി വെക്കുക. കാരണം നാളത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് മടിയായി കഴിഞ്ഞാലും ഇടങ്ങേറാവും. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൂല. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം അങ്ങോട്ട് ഈ ഒരു 2-3 ബോക്സ് എടുത്ത് വെച്ചാൽ മതി. ഞാനെല്ലാം ക്ലീൻ ചെയ്തതായിരിക്കും. പ്രത്യേകിച്ചും കറിവേപ്പിലൊക്കെ എനിക്കിങ്ങനെ വേഗം ക്ലീനാക്കി സെറ്റായി നിൽക്കുന്നത് എപ്പോഴും ഇഷ്ടം. എപ്പോഴും ഞാൻ അധികം എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും. കുറച്ച് കറിവേപ്പില ഞാൻ ഫ്രിഡ്ജിലും വെക്കും, കുറച്ച് കറിവേപ്പില ഞാൻ ഫ്രീസറിലും വെക്കും. തീരെ ഇല്ലെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യും. നാട്ടിലില്ലേ പോലെ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ. ഇവിടെ കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ വാങ്ങാനും ഇതിനൊക്കെ പോകണമല്ലോ. പുറത്തത്തെ തണുപ്പാലേക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകുന്ന ആലേക്കും മടിയോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചു വെക്കും. പിന്നെ അധികം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കും, കുറച്ച് എളുപ്പമല്ലേ. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കാര്യത്തിൽ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കറിവേപ്പില ഇതേപോലെ തന്നെ എന്താണ് ഫ്രീസറിൽ വെക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാനൊരു ഇതിൽ
എന്താണ് ആക്കി വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും പച്ചമുളകൊക്കെ. ഇത് അരിയാട്ടോ, മറ്റേ നമ്മളെ കൈമ അരിയില്ലേ, കൈമ അരിക്ക് എത്ര 16 pounds അങ്ങനെ എന്തോ ആണ് 5 kg. ചിലപ്പോൾ ഒരിക്കലും എല്ലാം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന്. കാരണം നാട്ടിലത്തെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊരു വില കുറവല്ലേ ശരിക്കും. ഇവിടുത്തെ ഇത് കുറച്ച് അധികമാണ് ചിലപ്പോൾ. ഇത് നമ്മളെ ഗാർലിക് ഇങ്ങനെ പീൽ ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ അധികം പണിയില്ല. പക്ഷെ പണി ഉണ്ടോ ചോദിച്ചാൽ പണിയുണ്ട്. കാരണം ഇതിങ്ങനെ പീൽ ചെയ്താൽ ഇതിൻ്റെ സൈഡ് അറ്റത്തിലില്ല ആ ഒരു ഇതില്ല, അതെനിക്ക് എന്തോ ഇടങ്ങേറാണ്, ഭയങ്കര അസ്വസ്ഥത കാണുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊന്ന് ആദ്യം കഴുകി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇരട്ടിപ്പണിയാണെന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതിൻ്റെ അറ്റമൊക്കെ ഒന്നും കൂടി മുറിക്കും. എന്നിട്ട് ഇത് കുറേ ഉണ്ട് പണി കേട്ടോ, കുറേ നേരമുണ്ട്. എനിക്കിത് എടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ച ചെയ്യണ്ടായിരുന്നു, നാളെ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ എനിക്ക് ഇന്ന് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി, മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇരിക്കാൻ തുടങ്ങി, ഇരുന്നിട്ട് ബാക്കി പണിയെടുക്കാൻ വെച്ച്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മളെ വെളുത്തുള്ളീൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ്. സാധാരണ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ വെച്ചാൽ അരച്ചിട്ട് അങ്ങോട്ട് വെക്കും. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അരച്ചിട്ട് ഫ്രീസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് പോയാൽ എൻ്റെ വീഡിയോ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് അരയ്ക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ വെള്ളം പോയിട്ട് ഞാനിങ്ങനെ കുറച്ച് എൻ്റെ മറ്റേ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന അതിലോട്ടേക്ക് മാറ്റും. ബാക്കിയെല്ലാം ഞാൻ ഫ്രീസറിലോട്ടേക്ക് മാറ്റുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നാറുണ്ട്. ഇത് ഐക്കിയെന്ന് വാങ്ങിയതാണ്, കുറച്ച് മുന്നേ വാങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം ഫുള്ളും താഴോട്ടായി പോട്ടോ. അപ്പം ഞാനിതാ ഇത് പച്ചമുളകൊക്കെ ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച കറിവേപ്പിലൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാട്ടോ. പിന്നെ ഇതാ ഈ എന്താണ് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ലെയർ പോലെ ആക്കിയിട്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാവും. സെറ്റാവുമെന്ന് വെച്ചാൽ റെഡിയാവും. അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എന്താണ് വെളുത്തുള്ളി ഇങ്ങനത്തെ ഒരു ഐക്യൻ്റെ ഇതിൽ സേവ് ചെയ്ത് വെക്കാം കേട്ടോ, ഫ്രീസറിൽ. ഇനിയുള്ളത് കുറേ പണിയുണ്ടല്ലേ, പണി എടുത്തു കഴിഞ്ഞതാണ് ഓരോന്നോരോന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എന്താ പറയുക സംഭവിക്കുക, എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടോയെന്ന്. ഞാനിങ്ങനെ കാര്യമായിട്ട് ചിലത് വാങ്ങി വെക്കൂ, അത് വെച്ചാൽ അങ്ങനെ തന്നെ ചിലപ്പം ഫ്രിഡ്ജിൽ വെക്കൂ. പിറ്റേ ദിവസം അതിങ്ങനെ നാളെ ചെയ്യാന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ച് ചിലപ്പോൾ അത് കളയേണ്ടി വരൂ. അപ്പോൾ അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ തന്നെ വേഗം വാങ്ങിയ പാടന്നെ എല്ലാം വേഗം ചെയ്യുന്നത്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിനിപ്പോൾ വേഗം കറിയിലൊക്കെ ഇടാൻ എളുപ്പമാണല്ലോ. പിന്നെ ഇതിൻ്റെ ഈ തണ്ടും ഞാൻ യൂസ് ചെയ്യട്ടോ, എനിക്ക് ഭയങ്കര ഫ്ലേവറായിട്ട് തോന്നാറുണ്ട് കറിയിലൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഞാനത് കുറച്ചധികം മിക്സ് ചെയ്ത് എല്ലാ കറികളിലും ഇടാറുണ്ട്. അങ്ങനെ നമ്മളെ കൊറിയാൻഡറും മല്ലിച്ചപ്പും അങ്ങനെ മുറിച്ച് സെറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സംഭവം കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടുന്ന് നമ്മളെ കോസ്കോന്ന് വാങ്ങിയതാട്ടോ, ബെൽക്കിൻ്റെ. നല്ലതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ. ബെൽക്കിൻ്റെ ആയതുകൊണ്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുക. ഇതില്ലേ പവർ ചാർജർ നല്ല, അതിന് 2 പാക്കായിട്ടാട്ടോ, 2 പാക്കായിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അതും കൂടി വാങ്ങി. എപ്പോഴും ആവശ്യമാണല്ലോ ഫോണിൻ്റെ ചാർജൊക്കെ തീരുന്നതും. അപ്പോൾ ഏകദേശം നമ്മളെ ആ കിച്ചൺ ഐലൻഡിൻ്റെ ഭാഗവും റെഡിയായി. ഇനി ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഡിഷ് വാഷറിൽ വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിയാറായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറേ പേര് എനിക്ക് കുറേ നല്ല കമൻസൊക്കെ തന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നും. ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോ എടുത്തു പോകുമ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല, പാവം ഞാനിങ്ങനെ വീഡിയോ ഇടുക. എന്തായാലും ഇങ്ങനെയൊക്കെ കമൻറ്റൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. അങ്ങനെ ഇനി എന്താണ്, ബാക്കിയുള്ള സ്പൂണും പിന്നെ ഫ്രൈങ് പാനും അതൊക്കെ ആ കിച്ചൻ്റെ സൈഡിൽ എടുത്ത് വെച്ച് വെള്ളം കുടിച്ച് ക്ഷീണിച്ചെന്ന് പറയണ്ടേ ഉള്ളൂ, അത്രയും ടയേർഡായി. അങ്ങനെ ലാസ്റ്റ് ഇതാ സെറ്റായില്ലേ കിച്ചൺ മൊത്തം. ഇതാണ് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആവും, പണിയൊക്കെ എടുക്കാനും കിച്ചണിൽ കയറാനും നല്ല തോന്നും. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.